26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. തലസ്ഥാനത്തെ ചാല മാർക്കറ്റ് വളരെ പഴയ കാലം മുതൽ അറിയുന്നതാണ്. ആ ചാല മാർക്കറ്റിൽ ഇപ്പോൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നമെന്നാൽ വൃത്തിഹീനമായ സാഹചര്യവും അതോടൊപ്പം ഇടിഞ്ഞു പൊളിയാറായ കെട്ടിടങ്ങളുമാണ്. ഇവിടെ വിൽക്കാനിരിക്കുന്ന കച്ചവടക്കാർ, പച്ചക്കറി ഉൾപ്പെടെ വിൽക്കുന്ന കച്ചവടക്കാർ ഇത്തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ഇവിടെ കാലാകാലമായിട്ട് ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരാൾ വന്ന് സാധനം വാങ്ങിക്കാൻ പറ്റുന്നില്ല, അത്ര നിറവാണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടുത്തെ കമ്പാർട്ട്മെൻറ്റ്, ഒരു മൂത്രമൊഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് മലജനം കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് സ്വസ്ഥമായിട്ട് അവിടെ നിന്ന് മൂത്രം പോലും ഒഴിക്കാൻ പോകാതെ കണ്ടിട്ടാണ് ഇവിടുത്തെ കമ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. അത്ര സൂചന അവസ്ഥയാണ് ഇവിടുത്തെ അവസ്ഥയാണ്. ഇതിന് ഒരു പരിഹാരം ഇത്രയും പേര് വന്നിട്ട് ഇവിടെ കണ്ടെത്താൻ പറ്റുന്നില്ല. കണ്ടല്ലോ, ഇവിടെ ആൾക്കാർ സാധനം വാങ്ങിക്കാൻ വരുന്നില്ല. ഇവിടെ കണ്ടില്ലേ, മഴ പെയ്താൽ ഇവിടെ തോടാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ഫാമിലിയോടെ വന്ന് സാധനം വാങ്ങിക്കാൻ എടുക്കാനെല്ലാം ഇവിടെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോൾ അതാ കച്ചവടം കണ്ടല്ലോ, ഒരു ബിസിനസ് ഇല്ല. പണ്ടൊക്കെ ചാല മാർക്കറ്റിൽ വന്നാണ് ഏത് സാധനം വാങ്ങിക്കാൻ പറഞ്ഞത്. ഇപ്പോൾ അതാ ചില്ലറ കച്ചവടം എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അകത്ത് വെച്ചിട്ട്. മൊത്തത്തിൽ വൃത്തി പ്രശ്നമാണ്. വൃത്തിയില്ല, വൃത്തിയാടുന്നത് കണ്ടില്ലേ. അപ്പോൾ ഈ ചവറ് തന്നെ വാരി ഈ സ്റ്റാൻഡിനകത്തെല്ലാം ചവറ് നിറഞ്ഞ് കുമിഞ്ഞാണ് കിടന്നത്. പുഴുകളാണ്, വാരെ പുഴുകൾ തെറച്ചുണ്ട്. അതിൽ ചവിട്ടിയാണ് ആൾക്കാർ. ഇപ്പോൾ ആരും സാധനം വാങ്ങിക്കാൻ പോലും ഇവിടെ ചില്ലറ വാങ്ങിക്കാൻ വരുന്നില്ല. ഇവിടെ സാധനം ആവശ്യങ്ങൾ പറഞ്ഞു ആരോടെ? നമ്മൾ ആവശ്യം ഇവിടെ ഇപ്പോൾ ഇവർ ഇപ്പോൾ വന്ന കോർപ്പറേഷൻകാർ ഇവിടെ സിമൻറ്റ് ഇടാമെന്നുള്ള സെറ്റപ്പായി ഇരിക്കുകയാണ്. അവർ സിമൻറ്റ് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എൻ്റെ ലോക്ക് ഇവിടെ ഇടാമെന്ന് പറഞ്ഞു. ഇവിടെ ചില്ലറ കച്ചവടം ഇല്ല, അതുകൊണ്ട് ആളുകൾ വരുന്നില്ല, ആൾക്കാർ വരുന്നില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നരകമാണ്. പിന്നെ എന്തെങ്കിലും ഒരു പരിഹാരം ഇതല്ലാതെ ഇവിടുത്തെ ആൾക്കാരാണ്. പല കെട്ടിടങ്ങളും വലിയ കാലപ്പഴക്കമുള്ളതാണ്. ഇടിഞ്ഞു പൊടിയാറായ സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ താഴെ ഭാഗത്ത് പോലും കടകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വലിയ തിരിച്ചടി. പലർക്കും പരാതികളുണ്ട്, പരിഹരിക്കാമെന്നുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടാരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള പരാതികളാണ് ഇപ്പോൾ വരുന്നത്. ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ ആദ്യത്തെ ജോലി ഇവിടെ തന്നെ ആ പോക്ക് പിന്നെ കാണാനില്ല. ആ കമ്പാർട്ട്മെൻറ്റ് ആദ്യം പോയി എടുത്തു. ആ കമ്പാർട്ട്മെൻറ്റ് പെണ്ണുങ്ങൾക്ക് ഇവിടെ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ വന്നു പോകുന്ന സ്ഥലമാണ്. മൂത്രമൊഴിക്കാൻ സ്ഥലമില്ല, മൂത്രമൊഴിക്കാൻ പറ്റാത്ത അവസ്ഥ. കെട്ടിടം വർഷങ്ങളെ കൊണ്ട് ഇരിക്കുകയാണ്. തൂറിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഇടിഞ്ഞ് വീണത്. ഇടിഞ്ഞ് അപകടം ഉണ്ടായ ശേഷം ഇവർ വരും, അധികാരികൾ വരും, ഇവിടെ വരും. എപ്പോൾ വരും എന്ന് പറഞ്ഞാൽ രണ്ടുപേരും മരണപ്പെടുമ്പോൾ അവർ വരും. വന്നിട്ട് പറയും ആദ്യം ഇരുന്ന കൗൺസിലിംഗ് ശരിയല്ല, ഞങ്ങൾ രണ്ടാമത്തെ കമ്മിറ്റി കൂടിയപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കേട്ടില്ല. തിരിഞ്ഞു നോക്കാനില്ല, കൗൺസിലർ തിരിഞ്ഞു നോക്കാനില്ല. ഗതികേട്. ഒരു പെണ്ണുങ്ങൾക്ക് വന്ന് മലക്കറി വാങ്ങിക്കാൻ പറ്റുന്നില്ല കേട്ടോ, മലക്കറി വാങ്ങിക്കാൻ പറ്റുന്നില്ല. ആ ഫാമിലി വരുന്നില്ല. കച്ചവടം കിടക്കുന്ന മാർക്കറ്റ് എവിടെ കേരളത്തിൻ്റെ അകത്ത് അറിയപ്പെടുന്ന ഒരു മാർക്കറ്റാണ് ചാല മാർക്കറ്റ്. ഇപ്പോൾ ഓരോരുത്തരും വരാത്ത അവസ്ഥയായി. ഇവർ പറയണമെന്ന് വെച്ചാൽ 45 ദിവസം കഴിഞ്ഞാൽ നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് ഹൈടെക് ആക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നരേന്ദ്രമോദിയും കാണാനില്ല. മനസ്സിലായി? ആ അവസ്ഥയിലാണ്. 45 ദിവസം മാർക്കറ്റ് ഹൈടെക് ആക്കുമെന്ന് പറഞ്ഞവരാണ്. ഇപ്പോൾ 45 ദിവസം അവരെയും കാണാനില്ല. ചോദിച്ചപ്പം കോളനിയുള്ള ആ ഫ്ലാറ്റുകൾ കെട്ടി ഡ്രെയിനേജ് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന് വെള്ളം പോയി മേയറെ കാണാൻ വേണ്ടി അവിടുത്തെ സ്ഥലവാസികളോടെ പോയപ്പോൾ മേയർ പറഞ്ഞെന്തമ്മ, കോളനിയിലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. അങ്ങനെയല്ലേ പറഞ്ഞത്? കോളനിയിലെ കാര്യമേ ഞങ്ങൾക്ക് അറിയണ്ടെന്ന്. പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് പൈസ ഇട്ട് ഡ്രെയിനേജ് നന്നാക്കാൻ ആ അവസ്ഥയിലേക്ക് മേയർ മാറിയിരിക്കുകയാണ്. മേയർ ഇപ്പോൾ എടുക്കുന്ന റീലാണ്. കാര്യം വെച്ചാൽ ഓരോ ഇതിൽ ഓരോ കാര്യങ്ങൾ നടത്തിയിട്ട് ഇവിടെ റീലെടുത്ത് വിടും. മനസ്സിലായില്ലേ? ആ അവസ്ഥയിലേക്കാണ്. നിങ്ങളിതാ ഇതിൻ്റെ തൊട്ട് പിറകെ ഈ കാണുന്ന നേരെ കാണുന്ന അടുത്ത മുടുക്കി കയറി നോക്കിയാൽ ഒരു 25 ലോഡ് ചവറാണ് കിടപ്പുള്ളൂ. 25 ലോഡ് ചവർ. അവിടെ പോയി നോക്കിയാൽ കാണാം അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. മനസ്സിലായില്ലേ? കൗൺസിൽ വന്നപ്പം വെള്ളം പോകാതെ കിടന്നപ്പം കുറച്ച് തോണ്ടി വിട്ട് ഇപ്പോൾ കുറച്ച് വെള്ളം പോകുന്നുണ്ട്. മനസ്സിലായി? ഇപ്പോൾ കുറച്ച് വൃത്തിയാക്കി. ഈ ഫ്ലാറ്റുകൾ ഇതിൻ്റെയൊക്കെ അഴിമതികളുണ്ട്. പഴയ കൗൺസിലിംഗ് നടത്തിയവരെല്ലാം അഴിമതി നടത്തിയാണ്. ഷാള് ചുമ്മാ ഇവരെല്ലാം അവിടെ മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഷാള് കെട്ടി ഈ ഷാളിനകത്ത് കയറി ഏതൊക്കെ കട പ്രവർത്തിക്കുക, ഒരു കടയും പ്രവർത്തിക്കുന്നില്ല. എല്ലാം കൊടുത്തിട്ട് എല്ലാം ഫ്രണ്ടിൽ എല്ലാ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയാണ്. മനസ്സിലായേ? അങ്ങനത്തെ അവസ്ഥയിലേക്ക് ചാല മാർക്കറ്റ് മാറി. നമ്മൾ ഇറച്ചിക്കടയിൽ വന്ന് നോക്കി അവിടെ അതിൻ്റെ അവസ്ഥ അറിയാം. നിസ്സാരം നമുക്ക് എന്തെങ്കിലും പക്ഷപാതം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ പേരിൽ കേസ് എടുക്കും. അവിടെ കിടക്കുന്ന കോലം കണ്ടുണ്ടല്ലോ, നമ്മൾ കേസ് കൊടുത്ത് മേയറെല്ലാം പിടിച്ച് അകത്താക്കേണ്ടി വരും. ആ അവസ്ഥയാണ്.
ആളുകൾ ഇവിടേക്ക് ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ വിലക്കുറവാണെങ്കിൽ പോലും എത്താതിരിക്കുന്നതിൻ്റെ കാരണം മഴ പെയ്യുമ്പോൾ ചെളി കെട്ടുന്നതും നടക്കാൻ യോഗ്യമല്ലാത്ത സ്ഥലമുള്ളതുകൊണ്ടുമൊക്കെയാണ്. അതോടൊപ്പം തന്നെ കച്ചവടത്തിനിരിക്കുന്ന പല കെട്ടിടങ്ങളുള്ളിലും അവർക്ക് കച്ചവടം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, ഇടുങ്ങിയ സാഹചര്യമാണ്. അതിന് പകരം പുറത്ത് വഴിയിലാണ് കച്ചവടം ചെയ്യുന്നതടക്കമുള്ള പരാതികളാണ് ഇവിടുത്തെ ജീവനക്കാർ, കച്ചവടക്കാർ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റിൽ നിന്നും പത്മകുമാറിനൊപ്പം വിഷ്ണു കരുണാകരൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.